ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിയാ സീഡ്സിൻ്റെ കുറച്ച് ബെനിഫിറ്റ് പറയാനാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ചിയാ സീഡ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ സീഡ്സ് ഇപ്പോൾ ധാരാളമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിയാ സീഡ്സിലാണെങ്കിൽ ധാരാളമായിട്ടുള്ള കുറേ ന്യൂട്രീഷൻസ് വാല്യൂസ് ഉണ്ട്. അതുമാത്രമല്ല കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറേ രീതിയിലുള്ള ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുമാത്രമല്ല അതിന് ഫൈറ്റ് ചെയ്യാനും നമുക്ക് എന്ത് സാധിക്കും, ഈ ചിയാ സീഡ്സ് യൂസ് ചെയ്യുന്നതിന് മൂലം സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റാണ് ഇറ്റ് റെഡ്യൂസസ് BP. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും BP ആണ്, ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ ഇത് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ചിയാ സീഡ്സ് നമ്മൾ കഴിക്കുന്നതിന് മൂലം നമുക്ക് സഹായിക്കും. അപ്പോൾ BP ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ BP വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിയാ സീഡ്സ് കഴിക്കുന്നതിന് മൂലം സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സീഡാണ് ചിയാ സീഡ്. പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ഒരു കൺട്രോളിലായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ചിയാ സീഡ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആർക്കെങ്കിലും അമിതവണ്ണം അല്ലെങ്കിൽ വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എന്ത് ചെയ്യുക, ചിയാ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുമാത്രമല്ല ഈ ചിയാ സീഡ്സിലാണെങ്കിൽ കുറേ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, ഫൈബർ, ഇങ്ങനത്തെയൊക്കെയുള്ള ധാരാളമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ അഡീഷണൽ ബെനിഫിറ്റും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. പിന്നെ ധാരാളമായിട്ട് ഫാറ്റി ആസിഡ്, omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ഹാർട്ടിനും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്നവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ വയറിന് പോവാത്തൊരവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ. പിന്നെ ഡൈജഷൻ ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്നവർക്ക് ചിയാ സീഡ്സ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഈ വയറിൻ്റെ ഡൈജഷൻ ഇഷ്യൂസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. ഈ ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യും, ഈ ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും അൾഷൈമേഴ്സ് ഡിസീസ് പോലത്തെയുള്ള കുറേ കണ്ടീഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ചിയാ സീഡ് ഹെൽപ്ഫുള്ളാണ്. ചിയാ സീഡ്സിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അയൺ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉത്പാദിക്കാൻ അല്ലെങ്കിൽ HB ലെവൽ, ഹീമോഗ്ലോബിൻ്റെ ലെവല് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ HB ലെവൽ അല്ലെങ്കിൽ അനീമിയ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ ചിയാ സീഡ്സ് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ ഡയബറ്റീസ് എന്ന് വെച്ചാൽ എന്താ, ഷുഗർ. അപ്പോൾ ഷുഗർ ലെവൽ ഒരു കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സീഡാണ് ചിയാ സീഡ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഷുഗർ ആണല്ലേ. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖങ്ങളിൽ ഒന്നാണ് ഈ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ചിയാ സീഡ് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിയാ സീഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ചിയാ സീഡ് എത്ര അളവിൽ കഴിക്കണം, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം 25 ഗ്രാം മുതൽ 28 ഗ്രാം വരെ നമുക്ക് ഈ ചിയാ സീഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ഈ വെറും വയറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ 2-3 ടീസ്പൂണ് ചിയാ സീഡ് അങ്ങ് കുതിർത്ത് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതങ്ങ് കുടിക്കുക. അപ്പോൾ ഈ വെറും വയറ്റിൽ നമ്മൾ ഈ രാവിലെ കഴിക്കുവാണെങ്കിൽ ഇത് മോർ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചിയാ സീഡ്സിൻ്റെ ബെനിഫിറ്റും അത് യൂസ് ചെയ്യുന്ന രീതി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.